നമസ്കാരം. അഗോര വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് വളരെ കാലമായിട്ട് ഒരു 12 നക്ഷത്രക്കാർക്ക് ദുരിതപൂർണമായ ജീവിതമായിരിക്കും മിക്കവരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ടാവുക. എന്നാൽ കുറച്ചു പേർക്ക് ഈ പറയുന്ന നമ്മൾ ചില ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ട് വരിക, ജാതകത്തിൽ അല്ലെങ്കിൽ ദശാകാലം അനുകൂലമാവുക, അതേപോലെ അപഹാരകാലം അനുകൂലമാവുക, ഇങ്ങനെയൊക്കെ വരുന്നവർക്ക് ഈ അനുഭവം ജീവിതത്തിൽ വരണമെന്നില്ല. അല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതി നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഒരു നിർഗതിയും ജീവിതത്തിൽ വരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഓരോ പ്രവൃത്തിയും പരാജയപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ജോലിയിൽ നിങ്ങൾക്ക് ഒരു മേൽക്കൈമ ഇല്ലാതെ വരിക, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് വിദ്യാഭ്യാസപരമായിട്ട് ആണോ, അങ്ങനെയാണെങ്കിൽ എല്ലാ പരീക്ഷകളിലും പരാജയപ്പെടുക, നിങ്ങൾക്ക് വിവാഹം നടന്നു കിട്ടാതെ വരിക, പല പ്രാവശ്യം നിങ്ങൾ വിവാഹത്തിന് വേണ്ടി ശ്രമം നടത്തിയിട്ടും അത് പരാജയപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നിരന്തരം വഴക്കുണ്ടാവുകയും ഡൈവേഴ്സിന്റെ വക്കത്തെത്തി നിൽക്കുകയും, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ജീവിതത്തിൽ എന്നും ദുരിതപൂർണമായ ജീവിതമായിരിക്കും അനുഭവത്തിൽ ഉണ്ടാവുക. കാരണം നമ്മളെ വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്തൊക്കെ ചെയ്താലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതിയും ഇല്ല എന്നുള്ളത്. നിങ്ങൾക്ക് എന്നുവെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അത് കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ നോക്കി അറിഞ്ഞ് നിങ്ങളുടെ ജാതകം അല്ലെങ്കിൽ ജാതകമില്ലാത്തവര് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് എന്താണോ കാരണം എന്നുള്ള മൂല കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് അറിയാൻ കഴിയും. കൃത്യമായിട്ട് അതിനെന്താണോ വേണ്ടത് എന്ന് വെച്ചാൽ പരിഹാരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ താനെ പോവും. നമ്മൾ വെറുതെ പറയുകയാണ് അതൊന്നും പരിഹരിക്കപ്പെടാൻ കഴിയില്ല എന്നൊക്കെ. നമ്മുടെ ചിന്തയാണത്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും, എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ്, ഞാൻ എന്നും ഇങ്ങനെ തന്നെയാണ്, എനിക്കൊരു ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എനിക്കൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം അങ്ങനെ തന്നെ പോവുള്ളൂ. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം വരാൻ വേണ്ടി നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത്, നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക. ജാതകമില്ലാത്തവർ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് പരിശോധിപ്പിക്കുക. നിങ്ങൾക്ക് ഒരു അസ്ട്രോളജറെ സമീപിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സമീപിച്ച് നിങ്ങൾ വേണ്ട നിർദ്ദേശങ്ങൾ തേടുക. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അസ്ട്രോളജറെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക്, മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ ജാതകമോ അയച്ചു തരിക. വിശദമായി നോക്കിയതിനു ശേഷം ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. അതിന് മുന്നോടിയായിട്ട് എന്നും പറയുന്ന പോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക, ഒറ്റ പ്രാവശ്യം. അപ്പൊ നിങ്ങളുടെ മൊബൈലിലേക്ക് ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് വന്നുകൊണ്ടിരിക്കും. അത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ അറിയാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പലർക്കും ഒരുപാട് ഉപകാരങ്ങൾ ഈ ചാനലിലൂടെ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കണം. അതുപോലെ തന്നെ എല്ലാ കറുത്ത വാവ് അമാവാസിക്ക് ഇവിടെ ശക്തിയ പൂജയും പുഷ്പാഞ്ജലിയും കൊണ്ട് നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ നക്ഷത്രവും പേരും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ വിഷയം എത്രയാണ്? ഈ ജൂലൈ മാസം പിറക്കുന്നതോട് കൂടിയിട്ട് 12 നക്ഷത്രക്കാർക്ക്, അതായത് 4 രാശിയിൽ വരുന്ന 12 നക്ഷത്രക്കാർക്ക് ലോട്ടറി, അതുപോലുള്ള ചിട്ടി തുടങ്ങിയ ഭാഗ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നല്ല വിവാഹ ബന്ധങ്ങൾ വന്നു ചേരാൻ, സൗന്ദര്യമുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് ലഭിക്കുക, അല്ലെങ്കിൽ സൗന്ദര്യമുള്ള സ്ത്രീകളെ പുരുഷന്മാർക്ക് ലഭിക്കുക, ഇതൊക്കെ ഈ ഒരു മാസം ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ലഭ്യമാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇനി ഒന്നുമില്ലെങ്കിലും ഒരു ജോലി ലഭിക്കുക, ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു മാസക്കാലം
ഈ 4 രാശിയിൽ വരുന്ന 12 നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരും. കാരണം ലോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി എടുക്കുന്നവരെടുത്താൽ മതി, എല്ലാവരും എടുക്കണ്ട. അത് കേട്ടിട്ട് ലോട്ടറി ചാടി പുറപ്പെട്ട് നിങ്ങൾ എടുക്കേണ്ട ലോട്ടറി ഒന്നും. നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം, അത് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അതേപോലെ ജീവിതത്തിൽ അനുഭവത്തിൽ വരണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ജാതകത്തിൽ ഈ പറയുന്ന ഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമാണോ, അല്ലെങ്കിൽ അവരുടെ ദശാകാലം അനുകൂലമാണോ, അല്ലെങ്കിൽ അപഹാരകാലം അനുകൂലമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ ഒരു അസ്ട്രോളജറെ സമീപിക്കുക, ഇല്ല എങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. അങ്ങനെ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അങ്ങനെ അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തെ അനുഭവത്തിൽ വരികയുള്ളൂ. എന്തായാലും നമ്മൾ ആ രാശിക്കാരാരാണെന്ന് നോക്കാം. അധികം വലിച്ചു നീട്ടി കൊണ്ടുപോകാണ്ട് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ആ ഭാഗ്യം വരുന്ന, അല്ലെങ്കിൽ ലോട്ടറി അടിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാര്, അല്ലെങ്കിൽ ചിട്ടി ലഭിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാര്, അല്ലെങ്കിൽ നല്ല വിവാഹബന്ധം വന്നു ചേരാൻ യോഗമുള്ള നക്ഷത്രക്കാര്, നല്ല ജോലി ലഭിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാര്, ഇതൊക്കെ ഈ ഒരു ജൂലൈ മാസത്തിൽ ഈ പറയുന്ന 4 രാശിയിലെ 12 നക്ഷത്രക്കാർക്ക് ലഭ്യമാകും എന്നുള്ള കാര്യത്തിൽ ഒട്ടും തർക്കമില്ല. എന്തായാലും ആദ്യത്തെ രാശി കന്നി രാശിയാണ്. ഈ കന്നി രാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ ഭാഗ്യം വന്നു ചേരും. ഒരു വളരെ വളരെ കാലമായിട്ട് ഇതിലെ പല ആൾക്കാരും ബുദ്ധിമുട്ടിലാണ്. സ്ഥിരമായിട്ടൊരു ജോലിയില്ല. ഇനി ജോലി ഉണ്ടെങ്കിൽ തന്നെ വരുമാന മാർഗം എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും, എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അവർക്ക് 4 അറ്റം മുട്ടിച്ച് നിർത്താൻ കഴിയുന്നില്ല. പിന്നെയും കടം വന്ന് ചേരുക. അങ്ങനെയുള്ളവർക്ക് ഒരു സമാധാനം ജീവിതത്തിൽ ലഭിക്കും എന്നുള്ളതാണ്. വളരെ കാലമായിട്ട് ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒരു ജോലി ലഭിക്കാൻ ഈ ഒരു വർഷക്കാലം അനുകൂലമാകും എന്നുള്ളതാണ്. അതായത് 2026 ജൂലൈ മാസത്തിൽ ഇതിന്റെ സാധ്യത കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ഭാഗ്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഇതും ഇതിലപ്പുറം വന്നു ചേരും. ഇനി അടുത്ത നക്ഷത്രം മിഥുനം രാശിയിലെ നക്ഷത്രക്കാരാണ്. മിഥുനം രാശിയിലെ മകീരം, തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാർക്കാണ് ഈ മഹാഭാഗ്യങ്ങൾ വന്നു ചേരുക. ഇവർ ശരിക്കും പറഞ്ഞാൽ ഒരു ലോട്ടറി എടുത്താൽ പോലും അത് ചിലപ്പോൾ ഇവർക്ക് അടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവരും ലോട്ടറി എടുത്താൽ അടിച്ചോളണം എന്നൊന്നുമില്ല. ലാസ്റ്റ് എന്നെ കുറ്റം പറയരുത്. കാരണം എന്താ വെച്ചാല് നിങ്ങളുടെ ജാതകത്തിൽ ഈ വ്യാഴം അല്ലെങ്കിൽ ശനി ഇവരൊക്കെ അനുകൂലമായിട്ട്, രാഹു ഇവരൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ സാധ്യത ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജാതകം നോക്കണം. നമ്മൾ വിധിയെ പഴിച്ച് ജീവിക്കാതെ നമ്മുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക. അത് വലിയ ചെലവെന്നുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ അതിന് ശ്രമിക്കുക. അപ്പൊ ഈ പറയുന്ന മകീരം, തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാർക്ക് ഈ മഹാഭാഗ്യം വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അടുത്ത നക്ഷത്രം നോക്കാം. അടുത്ത രാശി വൃശ്ചികമാണ്. വൃശ്ചികത്തിൽ വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഈ മഹാഭാഗ്യം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. അതായത് ചിട്ടിയൊക്കെ ഇവര് ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ചിട്ടി കിട്ടാറില്ല. പല ആൾക്കാർക്കും ചിട്ടി കിട്ടില്ല, അവസാനമായിട്ട് ആ ചിട്ടി കിട്ടുക. എന്നാൽ ചേർന്ന അതേപടി ഇവർക്ക് ചിട്ടി കിട്ടാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് വൃശ്ചിക രാശിയിൽ വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാര്. ചിട്ടി, ലോട്ടറി പോലുള്ള മഹാഭാഗ്യം ഇതൊക്കെ വന്നു ചേരാൻ ഒരു പോസ്റ്റ് പ്രൈസ് അടിക്കുക എന്ന് മാത്രമല്ല, ചെറിയ പ്രൈസ് ആണെങ്കിലും ആ ഭാഗ്യം വരാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് ഈ പറഞ്ഞ വൃശ്ചികം രാശിയിലെ നക്ഷത്രക്കാർ, വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ. അപ്പൊ ഇവർക്കും ഈ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാം. നല്ല വിവാഹ ബന്ധം വന്നു ചേരാം. വിദേശത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള, അപ്പൊ നമ്മൾ ശ്രമം കൂടി നടത്തുക എന്നുള്ളത് അത്യാവശ്യമാണ്. നമ്മൾ വെറുതെ എല്ലാം അടിക്കും എന്ന് പറഞ്ഞിട്ട് മുണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. എല്ലാത്തിനും നമ്മുടെ ശ്രമം ആവശ്യമാണ്. നമ്മളിപ്പോ ഒരു കച്ചവടം തുടങ്ങുകയാണ്, ആ കച്ചവടം തുടങ്ങണം നമ്മൾ തുടങ്ങണ്ടേ? അത് നമ്മൾ തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്നാൽ ഒരു കച്ചവടം നടക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, ഇവിടെ കാണുന്ന സമ്പന്നരെല്ലാം വളരെ കഷ്ടപ്പാടിലൂടെ കടന്നു വന്നവരാണ്. അവരുടെ നിരന്തരമായ ശ്രമം കൊണ്ടാണ് അവർ ജീവിതത്തിൽ വലിയ വലിയ സൗഭാഗ്യങ്ങൾ കെട്ടിപ്പടുത്തത്. അത്രമാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെ ശ്രമം അത്യാവശ്യമാണ്. ശ്രമത്തോടൊപ്പം ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വിജയം നേടിയെടുക്കുക തന്നെ ചെയ്യും. എന്തായാലും അടുത്ത രാശിയിലേക്ക് കിടക്കാം. അടുത്തത് മീനം രാശിയാണ്. മീനം രാശിക്കാർക്ക് ഈ ഒരു മഹാഭാഗ്യം വരും. പൂരട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന ഭാഗ്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അതായത് ലോട്ടറി ഭാഗ്യം പോലത്തെ ഭാഗ്യം, ലോട്ടറി എടുത്താൽ ചിലപ്പോൾ വലിയ പ്രൈസ് തന്നെ അടിച്ചുകൂടായിക്കൊന്നുമില്ല ഈ മീനം രാശിയിൽ വരുന്ന പൂരട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെയാണ് ചിട്ടി വരാൻ ഭാഗ്യമുള്ള നക്ഷത്രക്കാരാണ്. ഉപരിപഠനത്തിനൊക്കെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവർക്ക് സാധിക്കുന്ന സമയമാണ്.
രോഗാദി ദുരിതങ്ങളൊക്കെ ശമിക്കുന്ന സമയമാണ് ജൂലൈ മാസത്തിൽ. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറിപ്പോകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ പൂരട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ പോകുന്ന ജീവിതത്തിൽ. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന വീട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ പണിയാനോ ഒക്കെ സാധിക്കുന്ന സമയമായിരിക്കും ഇവർക്ക്. അല്ലെങ്കിൽ വസ്തു വാങ്ങാനോ ആഗ്രഹിച്ച് നടന്നിട്ടും നടക്കാതിരുന്നവർക്ക് ഈ ഒരു സമയം വാങ്ങിക്കാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ വാഹനം, സാധാരണ വാഹനം എന്നുദ്ദേശിച്ച് ഒരു 4 വീല് അല്ലെങ്കിൽ ഒരു 2 വീലർ ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹിച്ചിട്ട് അതിന് സാധിക്കാതെ നടക്കുന്ന ധാരാളം പേരുണ്ട്. അവർക്ക് ഈ ജൂലൈ മാസത്തിൽ അതിനുള്ള അവസരം വന്നു ചേരും. അതുപോലെ ചിട്ടി പോലത്തെ കാര്യങ്ങൾക്ക് അവസരം കിട്ടും. ലോട്ടറി പോലുള്ള കാര്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് പൂരട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക്. എന്തായാലും ഈ പറയുന്ന 4 രാശിയിലെ 12 നക്ഷത്രക്കാർക്കും എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു പരിഹാരം ഞാൻ പറയാം. വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ വിഷ്ണു ഭഗവാന് പാൽപായസം കഴിപ്പിക്കുകയും നിങ്ങളുടെ പേരിൽ ഭാഗ്യസൂക്തം കഴിപ്പിക്കുകയും ചെയ്യുക. നിരന്തരമായിട്ട് നിങ്ങൾ വ്യാഴാഴ്ച പോയി ഭാഗ്യസൂക്തം കഴിപ്പിക്കുക. ഭാഗ്യം മറഞ്ഞിരിക്കുന്നെങ്കിൽ ആ ഭാഗ്യം തെളിഞ്ഞു വരാൻ വേണ്ടി കൂടിയാണ് ഭാഗ്യസൂക്തം കഴിപ്പിക്കുന്നത്. എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ കറുത്ത വാവ് അമാവാസിക്ക് ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട്. നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണും വരെ നന്ദി, നമസ്കാരം.